യൂട്യൂബ് ചാനലാണ്. Say hi first. What's your name? Yeah, hi say. Good. പുതിയ കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ അടുത്ത വ്ളോഗായിട്ട് വന്നേക്കാണ്. ഫസ്റ്റത്തെ വ്ളോഗ് ഇട്ടതിന് തന്നെ പിറ്റേ ദിവസം തന്നെ അടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഇപ്പം അടുത്ത വ്ളോഗ് ഇന്ന്. ഇപ്പോൾ ഫസ്റ്റത്തെ വ്ളോഗ് അത് തന്നെ ഇട്ടെടുപ്പോൾ തന്നെ പാളി. ഇങ്ങനെ ലാൻഡ്സ്കേപ്പാക്കി ഇട്ടില്ല, ഇങ്ങനെ ചെരിഞ്ഞിട്ടത്. അതിങ്ങനെ ലാൻഡ്സ്കേപ്പായി മാത്രം കാണാൻ പറ്റുള്ളൂ. അത് പിന്നെ ശരിയാക്കി ഇടാനൊന്നും നിന്നില്ല. അത് ആണെങ്കിൽ ഒരു 5 വരെ കണ്ട് കണ്ടുള്ളൂ, കാരണം പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇട്ട് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാനാണ് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാനാണ് പ്ലാൻ. അപ്പം ഇനി ഈ രാത്രി സമയത്ത് അല്ല രാവിലെ സമയത്ത് വ്ളോഗ് എടുക്കണമെന്നാണ് എപ്പോഴും വിചാരിക്കുക. പക്ഷേ ചൂട് കാരണം കൊണ്ട് പുറത്തിറങ്ങി എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല. രാത്രിയാകുമ്പോൾ അത്രയ്ക്ക് സീനില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ പാർക്കൊക്കെ ജസ്റ്റ് വരാമെന്ന് വിചാരിച്ചല്ലോ. ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മൂഡ് വേണ്ടേ. ഹായ്, ഹലോ, ഹായ് ബ്രോ. ഞാൻ പ്ലാൻ ചെയ്തിരുന്ന അടുത്ത വ്ളോഗ് നമ്മുടെ നാട്ടിൽ ടീം 2 പേരുണ്ട് ഇവിടെ. അവർ വന്നിട്ട് ഒരുമിച്ച് കിട്ടില്ല വീഡിയോ ആണ് പ്ലാൻ ചെയ്തത്. അവർ വന്നിട്ടില്ല. അവരിനി നാളെ മറ്റന്നാൾ വരുവാണെങ്കിൽ ഒരു സൂപ്പർ വീഡിയോ സെറ്റാവും. അപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടോക്കാം. ഈ പാർട്ടി നമ്മളെ കയറ്റെന്നുള്ള അറിയില്ല കേട്ടോ. പ്രാവശ്യം ഞാൻ ഇടയിൽ കൂടി കയറി. ഇവിടെ പാർക്കിൽ ഇവരുടെ കാർഡ് വേണം. ഫാമിലി, കുട്ടികൾ, പിന്നെ ഗെയിം കളിക്കാനൊക്കെ വരുള്ളൂ. അപ്പോൾ കയറി നോക്കാം. അറിയാണ്ട് വീഡിയോ ഓണാക്കി കയറിയാൽ എന്തായാലും പിടിക്കും. വീഡിയോ ഓണാക്കാണ്ട് നൈസായിട്ട് കയറാം. അങ്ങനെ നമ്മൾ നൈസായിട്ട് പാർക്കിൻ്റെ അകത്ത് കയറി. ഇവിടുന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ പിള്ളേർ കളിയാക്കണ്ട് അവിടെ എവിടെയെങ്കിലും സൈഡിലിരിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ മൈൻഡിരിക്കുന്ന എന്തെങ്കിലും തോട്ടൊക്കെ വരും. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. എന്നിട്ട് ചിലപ്പോൾ ഫോണിൽ എന്തെങ്കിലും നോക്കാൻ വരും. അത് നോക്കി പണ്ടത്തെ വീഡിയോ ഒക്കെ കാണാം. ഇതൊക്കെയാണ് ഇങ്ങനെ ഇവിടുത്തെ പരിപാടികൾ. ഏതായാലും ചെറുതാർന്ന് ഇങ്ങനെ കളിക്കാറുണ്ട്. ഊഞ്ഞാലവിടെ നോക്കി പൊളി. സത്യം പറഞ്ഞാൽ കൊള്ളാട്ടെ ഇങ്ങനെ വീഡിയോ എടുത്ത് വ്ളോഗ് പോലെ എടുക്കുന്ന പരിപാടി. ഇങ്ങനെ ആരില്ലാത്തപ്പോൾ ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കണോട്ട് ഇങ്ങനെ തോന്നും. കൊള്ളാം. ഞാനതിലും എന്നാലും മറ്റു വീഡിയോ കണ്ട 5 പേര് ആരണാവും. ഫസ്റ്റ് ഇട്ടിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ആരും കണ്ടിട്ടുണ്ടായില്ല. അപ്പം ഇടാനുള്ള മൂഡൊക്കെ പോയി. പിന്നെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ 5 പേര് കണ്ട്. ഓ പൊള്ളി. എന്നാൽ അതിനടുത്തിട്ടുള്ള കാര്യം. ഇതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി ആണെന്നാണ് പറയണത്. ഇട്ടുകൊണ്ടിരിക്കണം. ആര് കണ്ടാലും ഇല്ലെങ്കിലും ഇട്ടുകൊണ്ടിരിക്കണം. കുറച്ച് അലമ്പൊക്കെ തന്നെയാണ്, പക്ഷെ ഇട്ടോക്കാം. താടി എങ്ങനെ ഡൗസ് താടി എല്ലാ ആഴ്ച ഞാൻ കളയലാണ്. 2 ആഴ്ചയായിട്ട് കളഞ്ഞിട്ടില്ല. നാളെ കളയും. നാളെ അടുത്ത വീഡിയോ താടിയില്ലാത്ത ലുക്കായിരിക്കും. പ്രത്യേകിച്ച് ചെയ്യാവുന്നില്ലാണ്ടേ. ഹായ് സാബ്, സേ ഹായ്. What's your name? Abu Bakar. Abu Bakar from where? India. कहाँ से India? Hyderabad. Oh, मैं केरला से. പുതിയ കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ കൂട്ടുകാരും യൂട്യൂബ് ചാനലാണോ ചെക്കൻ വിചാരിച്ച് ഞാൻ വ്ളോഗറാണെന്ന്. പുതിയ അല്ല ഫേമസ് വ്ളോഗറാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാലേ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യാൻ നല്ല രസമുണ്ട്. വെറുതെ ഈ ആൾക്കാർക്ക് ഈ പരിപാടിക്ക് ഇറങ്ങണത് സംഭവം കൊള്ളാം. ഡ്രസ് ഫുൾ ഔട്ട്ഫിറ്റ് ഔട്ടിഡ് കാണിച്ചാൽ ഔട്ടിഡ്. കൊള്ളാം അല്ലേ?
ശരിക്കും ഇങ്ങനെ വ്ളോഗ് ഇങ്ങനെ ഇങ്ങനെ കട്ടായിട്ടിടുമ്പോ കാണുന്നവർക്കൊരു ഒരു ബേഡായിരിക്കുള്ളൂ. എനിക്കങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് പറഞ്ഞു പോകാൻ പറ്റണില്ല. പക്ഷെ ശരിയാവൂട്ടാ. ഇപ്പം ഇത്രയെങ്കിലും പറയില്ല. കഴിഞ്ഞ വീഡിയോ എനിക്കിത് ഞാൻ വിചാരിച്ചില്ല 4 മിനിറ്റ് ഒക്കെ ആവുന്ന. തട്ടി തന്നപ്പോൾ 4 മിനിറ്റ് ഉണ്ടായി. ഞാൻ ആദ്യം ബ്രോ ഇറ്റ്സ് ആക്ച്വലി ന്യൂ ചാനൽ. മൈ നെയിം ഇസ് സൽമാൻ. യൂട്യൂബ് ചാനൽ നെയിം ഇസ് Salves. You can see in your YouTube. Say hi first. Hi. What's your name? My Abu name Bakr. And you? Muhammad Mustafa. Mustafa. You? Abhijit. You? Hamna. Oh. Give me a high five. Good. They are two Let's- from Kerala. കേരള എവിടുന്ന്? പിള്ളേർ യൂട്യൂബിൽ വീഡിയോ അവരെ വരുമെന്ന് വിചാരിച്ചിട്ടേ. പക്ഷേ ഈ ചാനൽ കണ്ടുപിടിക്കാൻ തന്നെ പറ്റൂലല്ലോ അവർക്ക് സെർച്ച് ചെയ്താൽ. പക്ഷെ കൊള്ളാം. പിള്ളേരൊന്ന് ചോദിച്ചല്ല, നമ്മളൊക്കെ ഞാൻ ചോദിക്കുപോലില്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഓരോന്നാവണത്. അത് നമ്മളെ മച്ചാനൊക്കെ ആദ്യം നമ്മൾ തീരുമാനിക്കണം നമ്മ എന്തായിന്നുള്ളത് അല്ലേ. എന്നാലും വ്ളോഗറൊന്നും ആവാനല്ല കേട്ടാ. ആൾക്കാർ വീഡിയോ ഉണ്ട് എന്ന് ഇഷ്ടപ്പെട്ടാൽ മതി. വ്ളോഗർ എന്നുള്ള പേരൊന്നും വേണ്ട. പിന്നെ വെറുതെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും കാര്യത്തിലിരിക്കുമ്പോൾ മൈൻഡിൽ വരും ഇനി അടുത്ത വ്ളോഗിൽ അതിനെപ്പറ്റി പറയാം ഇതിനെപ്പറ്റി പറയാം. കുറച്ച് സംഭവം ഓണായി കഴിഞ്ഞാൽ അങ്ങനെ ടോപ്പിക്കായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇങ്ങനെ മൈൻഡിൽ വരുന്നത് ഇങ്ങനെ പറയണം. ഒരുപാട് പ്ലാനുകളുണ്ട് ശരിക്കും. ഞാൻ ഇവിടെ വന്നിട്ടിപ്പോൾ 7 മാസമായി. കുറേ പ്ലാനുകളുണ്ട്. ഒന്നങ്ങോട്ടും ലെവലായിട്ടില്ല. അപ്പോൾ ലെവലാക്കാനുള്ളൊരു പരിപാടി ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ തുടങ്ങിയത്. എന്തായാലും നോക്കി നോക്കാം എവിടെ ആവുമെന്നല്ലേ. നമ്മുടെ ടൈറ്റിൽ ഇതുപോലെ എന്താവും നോക്കാം. നമ്മളെ നാട്ടിൽ മതിൽ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ട് കേട്ടോ മതിൽ. സീനാണ്. അതെങ്ങാനും ഇവന്മാർ മതിൽ ചാടാണ്ട് പോകണമെങ്കിൽ ഇതിങ്ങനെ കറങ്ങി അപ്പുറത്താണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ്. അവിടെ മാത്രമേ ഓപ്പണുള്ളൂ. അവിടെ നിന്ന് കറങ്ങി ഇങ്ങനെ അപ്പുറത്തൂടി വന്ന് ഇപ്പുറത്തെത്തണം. സംഭവം എളുപ്പം പരിപാടിയാണ്. സെക്യൂരിറ്റി കണ്ടാ ഓടിച്ചങ്ങോട്ട് വിടും. പക്ഷേ വേറൊരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ഷർട്ട് ഇട്ടിട്ട് ഒരു കടയിൽ എന്താണ് ഷവർമ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ പുറത്തുനിന്നൊരു വണ്ടി ഇങ്ങനെ ഹോൺ അടിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വിളിക്കണം. ഞാൻ വിളിച്ച ആ കടയത്തെ ആളെ ഈ ഓർഡർ പറയാൻ വിളിക്കണം. അപ്പോൾ ആളോട് പറഞ്ഞു വിളിക്കണം. ആള് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ പോയി വന്നിട്ട് പറഞ്ഞിട്ട് നിന്നാണ് വിളിക്കണം. ഞാൻ പോയി നോക്കിയപ്പോൾ ഒരു പെണ്ണ്, ഹിന്ദി പെണ്ണ് പറയണ can you take a picture of your shirt if someone needs this. ഈ സാധനമില്ലേ ഇതിൻ്റെ ബാക്കിൽ മനസ്സിലാ, ഇതിൻ്റെ ബാക്കിൽ ഈ സെയിം പ്രിൻ്റ് ഉണ്ട്. ആ പ്രിൻ്റ് ഫോട്ടോ എടുക്കാനാണെന്ന് ഞാൻ ഈ ഷർട്ട് മേടിച്ചിട്ട് ആ പ്രിൻ്റ് അതിൽ എന്താ വായിക്കാമെന്ന് 2-3 പ്രാവശ്യം നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ ഞാൻ വിട്ടാണ്. പിന്നെ വായിക്കാൻ നോക്കിയിട്ടില്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞു ഓക്കെ എടുത്തോ. ഫോട്ടോ എടുത്ത് പോയി. സമ്മൺ നീഡ്സ് ദിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എൻ്റെ റൂമിൽ വന്നിട്ടാണ് അത് നോക്കിയത് എന്താണ്. എന്നിട്ട് എനിക്ക് വായിക്കാൻ പറ്റുള്ള സാധനം കണ്ടോ ഇങ്ങനത്തെ ഫോണ്ട് കാരണം. എന്നിട്ട് പിന്നെ വായിച്ചപ്പോഴാണ് മനസ്സിലായത് എന്താണ് ട്രസ്റ്റ് ദി ജേണി ട്രസ്റ്റ് ദി ഗോഡ്. സംഭവം അങ്ങനെ എഴുതിയിരിക്കണേ. ഞാൻ ഇതറിയില്ലായിരുന്നിട്ടാ ഫസ്റ്റ് ഷർട്ട് മേടിച്ചപ്പോഴാ അല്ലെങ്കിൽ ഇട്ടെടുക്കുമ്പോഴാ ഗോഡ് എന്നൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. സംഭവം അവർ കാലിൽ അയച്ചു കൊടുക്കാനായിരിക്കും. അങ്ങനത്തെ ചില മൂമെന്റ്സ് ഉണ്ട് നമ്മൊട്ടും പ്രതീക്ഷിക്കാണ്ട് ചെറിയൊരു ഹാപ്പിനെസ് കിട്ടണേ. അവർ വന്ന് ഞാൻ ഈ ഷർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്താണ്. പക്ഷെ അതിന് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യം അവർ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് എന്നെപ്പോലെ മുഖച്ചുള്ള ആരെങ്കിലും ഉണ്ട്. അപ്പം അതിൻ്റെ കൺഫേം ആക്കാനാ ഫോട്ടോ എടുക്കാനാണെന്ന് വിചാരിച്ചു. കാരണം ഞാൻ മിക്കയിടത്തും പോയാലും ആരിലൊക്കെ പറയും നിന്നെപ്പോലെ ഒരാളെ എനിക്കറിയാം, നിന്നെപ്പോലെ മുഖച്ചുള്ള ഒരുത്തനുണ്ട്, എൻ്റെ കൂട്ടുകാരനാ ഫാമിലിയാ. ഇപ്പോൾ ഈ വർക്ക് ചെയ്യണോടത്തുണ്ടോ ഇവിടെ മുമ്പ് ഉണ്ടായ ഒരുത്തൻ കറക്റ്റ് അവൻ തന്നെയാണ്. മുമ്പ് പിന്നെ വേറെ ആരെങ്കിലും ഇങ്ങനെ പുതിയതായിട്ട് കാണുമ്പോൾ കാണാൻ വരാം. ആരും പുതിയതായിട്ട് കാണുക പരിചയപ്പെട്ട ചെയ്താൽ നിന്നെ കാണാൻ മറ്റാളെ കൂട്ടുണ്ട് കറക്റ്റ്.
ചിലവരൊക്കെ ഇങ്ങനെ ഫോട്ടോ കാണിച്ചു തരാൻ പറയുമ്പോൾ എവിടെയെങ്കിലൊക്കെ തോന്നി ഇവിടെ കണ്ണ എന്നെ പോലെ ആയിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലാരും. പക്ഷെ കുറേ പേരുണ്ട് എന്നെ പോലെ തോന്നണേ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നാട്ടിലുള്ളപ്പോഴേ എറണാകുളത്ത് വെച്ച് ഞങ്ങൾ ക്യൂൻസ് ഇരിക്കണം. ഞാനും പിള്ളേരൊക്കെ ഉണ്ട്, ഞങ്ങളൊരു 4-5 പേരുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പാട്ടും പരിപാടിയൊക്കെ ഉണ്ടാകും ക്യൂൻസ് വേല്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സ്റ്റേജിൽ അവിടെ കുറേ പിള്ളേരിരിക്കുന്നുണ്ട്. കുറേ നേരം ഞങ്ങൾ അവിടെ ഇരിക്കണം, ഞാൻ അവിടെ നിൽക്കണം, അവരൊക്കെ താഴെ ഇരിക്കണം. അപ്പോൾ ഇവൻ വന്നിട്ട് എൻ്റെ കൈമ പിടിച്ചുകൊണ്ട് പോയി പേര് സ്ഥലവും ചോദിച്ചു അവിടെ നിന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറയണം ഇപ്പം തന്നെ ആള് മാറി പൊട്ടിയാനെ, പിന്നെ ആള് മാറി പൊട്ടിയാനെ. അവൻ ഇടിക്കാൻ വന്നതേ വേറെ ആരോ ഇടിക്കാനായിട്ട് അന്വേഷിച്ച് കിടക്കണം കുറേ നാളായിട്ട്, എന്തോ പൈസ കേസായിട്ട്. അപ്പം ഞാൻ എന്നെ കണ്ടാൽ കറക്റ്റ് അവനെ പോലെ ഉണ്ട്, എൻ്റെ ഫോട്ടോ കാണിച്ചാന്ന്. എനിക്ക് തോന്നില്ല അവനെ പോലെ നിന്നു, പക്ഷെ അവർക്ക് തോന്നുമായിരിക്കും. അപ്പം പറയണേ ആള് മാറി പൊട്ടിയാണ്. ഇതെന്താണിത് ആള് മാറി പൊട്ടിയ നമ്മ സീരിയ അവിടെ ഞാൻ വെച്ച് അവനെ ചോദിക്കാണ്ട് ഇടിക്കാറുന്നെങ്കിൽ പണി പാളിയാനെ. അങ്ങനെ അതാണ് ഈ എന്നെ പോലെ എവിടെയോ കാരൊക്കെ ഉണ്ടെന്നാണ് പറയണത്. ഓരോരുത്തർക്ക് ഇങ്ങനെ കാണാൻ എവിടെയോ എന്നെ പോലെ വന്ന് ചിലപ്പോൾ ഈ വശം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് റയറല്ലേ. അപ്പോൾ ഇന്നത്തെ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഫുഡ് കഴിക്കണം, റൂമിൽ പോകണം, ഉറങ്ങണം, നാളെ പിന്നെ ഡ്യൂട്ടിക്ക് പോകണം. ഈ കറക്റ്റ് ഇട്ടാ ഇതെന്നാ സ്ട്രേഞ്ചർ തിങ്സാണ്. വ്ളോഗ് തുടങ്ങിയോടെ തന്നെ കഴിഞ്ഞപ്പോൾ എത്തി. ഞാൻ പ്ലാൻ ചെയ്ത് തരുന്നില്ലത്. ഞാൻ ഇവിടെ നിന്നാണ് വ്ളോഗ് തുടങ്ങിയത്. ഇങ്ങനെ എടുത്തിട്ട് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ ബൈ, കാണാം.